ലാലിഗയിലെ വമ്പന്മാരുടെ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാർസലോണ ലാലിഗയിൽ 1-ാം സ്ഥാനത്ത് അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു തിരിച്ചുവരവിന്റെ കഥയാണ്. ബാർസലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിലാണ് മത്സരം നടക്കുന്നത്. രണ്ടു ടീമിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു മത്സരം പ്രതീക്ഷിച്ചാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്. നിലവിൽ ബാർസലോണ 1 പോയിന്റ് ലീഡുമായി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആകട്ടെ വെറും 3 പോയിന്റ് ഡിഫറൻസിൽ 4-മതും. ഇന്നവർ ജയിച്ചാൽ പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്തെത്താം. ബാർസലോണ ഇന്ന് ജയിക്കുകയാണെങ്കിൽ സീസണിലെ ഒരു ടോപ്പ് ടീമിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ലീഡ് ഉയർത്താം. അങ്ങനെ നടന്നാൽ മുന്നോട്ടുള്ള മാച്ചിൽ ബാർസക്കത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബാർസയെ സംബന്ധിച്ച് ഇന്ന് പെഡ്രിയും റാഫീഞ്ഞയുമൊക്കെ ഫസ്റ്റ് 11-ൽ തിരിച്ചു വന്നിരിക്കുന്നു. ക്യാമ്പ് നൗവിൽ വന്നതിനു ശേഷം കഴിഞ്ഞ 2 മാച്ചും ബാർസലോണ വിജയിച്ചിരിക്കുന്നു. ഇന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം എതിരാളികൾ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അങ്ങനെ പുതുക്കിപ്പണിത ആ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ മത്സരത്തിന് കിക്ക് ഓഫ് ആവുകയാണ്. മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയത്തക്ക മുന്നേറ്റങ്ങളൊന്നും 2 ടീമിനും നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യമായി വരികയാണ്. അവരുടെ മിഡ്ഫീൽഡ് താരമായ ജോണി കാർഡസോയെ പരിക്കിനെ തുടർന്ന് പിൻവലിക്കുകയാണ്. ആദ്യ 15 മിനിറ്റിൽ തന്നെ ഇങ്ങനെയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ കാര്യം തന്നെയാണ്. മത്സരത്തിന്റെ 18-ാം മിനിറ്റ് മധ്യനിരയിൽ നിന്ന് വന്ന ക്രോസ് സ്വീകരിച്ച് 10-ാം നമ്പറുകാരൻ അലക്സ് ബീനോ പന്ത് സ്വീകരിച്ച് ബോക്സിലേക്ക് മുന്നേറുന്നു. ഒടുവിൽ അദ്ദേഹം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബാർസ ഡിഫൻഡറെ കബളിപ്പിച്ചുകൊണ്ട് പന്ത് സിമ്പിളായി വലയിലേക്ക് എത്തിക്കുന്നു. അതെ, ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുക്കുകയാണ്. ആദ്യം റഫറി ഓഫ്സൈഡ് വിളിച്ചെങ്കിലും പിന്നീട് അത് ഓഫ്സൈഡ് അല്ല, ഗോളെന്ന് തെളിയിച്ച് റഫറി വിധിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 25-ാം മിനിറ്റ് മധ്യനിരയിൽ നിന്നുള്ള തളികയിൽ എന്ന വണ്ണം ഒരു പാസ് ബാർസലോണ വിങ്ങർ റാഫീഞ്ഞയിലേക്ക് എത്തുകയാണ്. എന്നാൽ റാഫീഞ്ഞ പന്ത് സ്വീകരിച്ച് തന്നെ പ്രതിരോധിക്കാൻ വന്ന ഡിഫൻഡറെയും ഗോൾ കീപ്പറെയും നിസാരമായി കബളിപ്പിച്ചുകൊണ്ട് പന്ത് വലയിലെത്തിക്കുന്നു. വാട്ട് എ ഗോൾ! അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെ ഗോൾ നേടിയോ അതിനും മനോഹരമായി അതേ സ്റ്റൈലിൽ തന്നെ ബാർസലോണ പകരം വീട്ടുകയാണ്. അതും ഒരുപാട് നാളത്തെ റെസ്റ്റിനു ശേഷം തിരിച്ചു വന്ന റാഫീഞ്ഞയിലൂടെ. നീണ്ട കാലത്തിനു ശേഷമാണ് റാഫീഞ്ഞ ബാർസ നിരയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്നിതാ അയാൾ ബാർസലോണയ്ക്ക് വേണ്ടി നിർണായക മത്സരത്തിൽ നിർണായക സമയത്ത് തന്നെ ബാർസലോണയെ ഒപ്പമെത്തിക്കുന്നു. ബാർസലോണയ്ക്ക് ഈ സീസണിന്റെ തുടക്കം മുതൽ അയാൾ തിരിച്ചു വരുന്നത് വരെയുള്ള മത്സരങ്ങളിൽ എന്താണ് മിസ് ചെയ്തത്, അത് ഇന്ന് ഈ മത്സരത്തിൽ തിരികെ ലഭിക്കുന്നു. സത്യം പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം തുടരെയുള്ള അറ്റാക്കുകളാണ് ബാർസലോണ നടത്തുന്നത്. അതിൻ്റെ പ്രതിഫലമെന്നോണം അവരൊരു ഗോളും തിരിച്ചടിച്ചിരിക്കുന്നു. ആ ഗോൾ അടിച്ചതിനു ശേഷവും ബാർസ തന്നെയാണ് മൈതാനത്തിൽ നിറഞ്ഞാടുന്നത്. റാഫീഞ്ഞയും എമാലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡിഫൻസിനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ്. മത്സരത്തിന്റെ 34-ാം മിനിറ്റ് ഡാനി ഓൾമോയെ അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ബോക്സിൽ വീഴ്ത്തുകയാണ്. റഫറി ബാർസക്ക് അനുകൂലമായി പെനാൽറ്റി വിധിക്കുന്നു. ഇത് ബാർസലോണക്ക് ലീഡെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. കിക്കെടുക്കാൻ തയ്യാറാവുന്നത് ലെവൻഡോസ്കിയാണ്. എന്നാൽ ലെവൻഡോസ്കിയുടെ കിക്ക് ഒരിക്കലും ഒരു ബാർസ ആരാധകരും സഹതാരങ്ങളും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഗോൾ പോസ്റ്റിനും വളരെ ഉയരത്തിൽ അടിച്ചു കളയുകയാണ് അയാൾ ചെയ്തത്. വാട്ട് എ മിസ്! ഇതൊരു വലിയ മിസ്സാണ്. അയാൾ നിരാശനാകുന്നത് കാണാം. ഇത്രയും നിർണായകമായൊരു മത്സരത്തിലെ ഈ മിസ്സിന് ബാർസലോണ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. കാരണം ലീഡെടുക്കാൻ പറ്റിയൊരു സുവർണ അവസരമാണ് ബാർസലോണ മിസ്സാക്കിയത്. അതിനുശേഷം 37-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ ക്രോസിൽ ലെവൻഡോസ്കി ഹെഡ് ചെയ്ത് ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും ഒബ്ലാക്ക് അത് സേവ് ചെയ്യുന്നു. മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ കുബാർസിയെ ഫൗൾ ചെയ്തതിന് ഗോൾ സ്കോററായ അലക്സ് ബീന യെല്ലോ കാർഡ് കാണുന്നുണ്ട്. മത്സരം ഹാഫ് ടൈമിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ജെറാർഡ് മാർട്ടിനും യെല്ലോ കാർഡ് കാണുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിനിടെ സിമിയോണിയെ ഫൗൾ ചെയ്തതിനാണ് ആ കാർഡ് അയാൾക്ക് ലഭിച്ചത്.
അങ്ങനെ മത്സരം ഹാഫ് ടൈമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. 56-ാം മിനിറ്റിൽ റാഫീഞ്ഞ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലെവൻഡോസ്കിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പാകത്തിന് ഒരു പാസ് കൊടുക്കുന്നു. പക്ഷേ ലെവൻഡോസ്കി ആ പന്തിലേക്കെത്താൻ വൈകിപ്പോയി. അല്ലെങ്കിൽ അയാൾക്ക് ഈസിയായി ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. മത്സരത്തിൻ്റെ 62-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 നിർണായക സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അലക്സ് ബീനയെയും സിമിയോണിയെയും പിൻവലിച്ചുകൊണ്ട് സൊർലോത്തിനെയും തിയാഗോ അൽമാഡയെയും കൊണ്ടുവരുന്നു. സൊർലോത്ത് ഒരു അപകടകാരിയായ സ്ട്രൈക്കറാണ്. അയാൾ സബ്ബായി ഇറങ്ങിയ മത്സരങ്ങളിലൊക്കെ എതിരാളികൾക്ക് പലപ്പോഴും തലവേദന ഉണ്ടാക്കാറുണ്ട്. ബാർസലോണ തന്നെ കഴിഞ്ഞ സീസണിൽ അത് തിരിച്ചറിഞ്ഞതാണ്. അതിനാൽ തന്നെ അയാളെ ബാർസലോണ പേടിച്ചിരിക്കണം. എന്നാൽ മത്സരത്തിൻ്റെ 64-ാം മിനിറ്റിൽ ക്യാമ്പിനോവിൽ ബാർസലോണ ലീഡെടുക്കുകയാണ്. ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. പെഡ്രിയിൽ നിന്നും പന്ത് ഡാനി ഓൾമോയിലേക്ക്, ഓൾമോയിൽ നിന്നും ലെവയിലേക്ക്. എന്നാൽ ലെവൻഡോസ്കി ആ പന്ത് ബോക്സ് എഡ്ജിൽ വെച്ച് 2 ഡിഫൻഡർമാർക്കിടയിലൂടെ ഓൾമോക്ക് തന്നെ തിരികെ നൽകുന്നു. ഓൾമോ കൂളായിട്ട് ഒബ്ലാക്കിനെയും കാഴ്ചക്കാരനാക്കി പന്ത് വലയിലെത്തിക്കുന്നു. ഗോളടിച്ച ഡാനി ഓൾമോ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം പരിക്ക് പറ്റി മൈതാനത്ത് കിടക്കുകയാണ്. ആ ഗോൾ സ്കോറിങ്ങിനിടെ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ ബാർസലോണ സബ്സ്റ്റിറ്റ്യൂഷനും നടത്തുകയാണ്. ലെവൻഡോസ്കിയെ പിൻവലിച്ച് ഫെറാൻ ടോറസിനെയും ഓൾമോയെ പിൻവലിച്ച് റാഷ്ഫോർഡിനെയും മൈതാനത്തേക്ക് ഇറക്കുന്നു. മത്സരത്തിൻ്റെ 68-ാം മിനിറ്റിൽ ലാമിൻ യമാലിന് ലീഡെടുക്കാനുള്ള ഒരു സുവർണാവസരം ലഭിച്ചതായിരുന്നു. എന്നാൽ അദ്ദേഹം എടുത്ത ഷോട്ട് പുറത്തേക്കായിരുന്നു. മത്സരത്തിൻ്റെ 79-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സമനില ഗോൾ നേടിയെന്ന് വിചാരിച്ചതായിരുന്നു. ബോക്സിനുള്ളിൽ പകരക്കാരനായി വന്ന അൽമാഡ കുബാർസിയെയും ബാൾഡയെയും കബളിപ്പിച്ച് ഒടുവിൽ ഗോൾ കീപ്പറെയും കബളിപ്പിച്ചുകൊണ്ട് അവസാനം അയാൾ എടുത്ത ഷോട്ട് പുറത്തേക്കായിരുന്നു. എന്തൊരു മിസ്സാണിത്! ഒരു സുവർണ അവസരമാണ് ഈ അർജന്റീനിയൻ യുവതാരം മിസ്സാക്കി കളഞ്ഞത്. പിന്നീട് പറയത്തക്ക അവസരങ്ങളൊന്നുമില്ലാതെ മത്സരത്തിൻ്റെ റെഗുലർ ടൈം അവസാനിച്ചിരിക്കുകയാണ്. അതെ, 90 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. ബാർസലോണ 1-2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. എക്സ്ട്രാ ടൈമായിട്ട് അനുവദിച്ചിരിക്കുന്നത് 6 മിനിറ്റാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. ഇഞ്ചുറി ടൈമിൻ്റെ 92-ാം മിനിറ്റിൽ ബാർസലോണയുടെ ഒരു കൗണ്ടർ അറ്റാക്ക്. പന്തുമായി റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിലൂടെ മുന്നേറുന്നു. ഒടുവിൽ ഡിഫൻഡറെയും കബളിപ്പിച്ചുകൊണ്ട് ഷോട്ട് എടുത്തെങ്കിലും ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുകയായിരുന്നു. എന്നാൽ 95-ാം മിനിറ്റിൽ ബാർസലോണ 3ാമത്തെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും റാഷ്ഫോർഡ് പന്ത് ബാൾഡയിലേക്ക് കൈമാറുന്നു. എന്നാൽ ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന ഫെറാനിലേക്ക് ബാൾഡെ പന്ത് കൈമാറുന്നു. ഫെറാൻ 3ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. അതെ, ക്യാമ്പിനോവിൽ അതോടുകൂടി ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ്. 1-3 ഗോളുകൾക്ക് ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുന്നു. 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയോട് തോറ്റ ക്ഷീണം ഇവിടെ ലാലിഗയിൽ ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തീർക്കുകയാണ്. റയൽ മാഡ്രിഡിനെ പോലും ഈ സീസണിൽ വമ്പൻ മാർജിനിൽ പരാജയപ്പെടുത്തി വന്ന ടീമായിരുന്നു സാക്ഷാൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ്. എന്നാൽ അവരെ ബാർസലോണ പരാജയപ്പെടുത്തിക്കൊണ്ട് ലീഗിൽ 1ാം സ്ഥാനം നിലയുറപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മത്സരത്തിൽ ബാർസലോണ തന്നെയാണ് ആധിപത്യം കാഴ്ചവെച്ചത്. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു മത്സരത്തിലുടനീളം ബാർസലോണ കാഴ്ചവെച്ചത്. ഒടുവിൽ 3 ഗോളും അടിച്ച് ബാർസലോണ ആ 3 പോയിന്റും സ്വന്തമാക്കുന്നു. നിങ്ങൾ ഓർക്കണം, ആദ്യം സ്കോർ ചെയ്തത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. എന്നാൽ റാഫീഞ്ഞ സ്കോർ ചെയ്ത് സമനില പിടിച്ചു. ശേഷം ലെവൻഡോസ്കി പെനാൽറ്റി മിസ് ചെയ്തെങ്കിലും ഓൾമയിലൂടെ ബാർസലോണ 2ാമത്തെ ഗോളും നേടി. പിന്നെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ പകരക്കാരനായി വന്ന ഫെറാൻ ടോറസും ഗോൾ സ്കോർ ചെയ്തതോടെ മത്സരം ബാർസലോണ നല്ലൊരു മാർജിനിൽ അവസാനിപ്പിക്കുകയാണ്.